ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? അപർണക്കുട്ടി അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദീപക്കും അപർണയും ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല. അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. എവിടെ നോക്കിയാലും നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കാണാനുമില്ല. അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താ? എന്താ 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 നിന്റെ ഉദ്ദേശം? അല്ല അങ്ങനൊന്നുമില്ല. ഒരു കല്യാണം കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു വിഷയാക്കി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മനഃപൂർവ്വം എടുത്തൊരു. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഓക്കെ, അപ്പൊ ദീപകിന് അപർണയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്തായിരിക്കും? തേങ്ങാ കൊലാന്ന്. നീ ചൂടാവാതെ. അതുപോലെ ഏറ്റവും പ്ലസ് ആയിട്ട് പറയുന്നതോ അപർണയില്? അല്ല, ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് എന്തായിരിക്കും അപർണയിലെ? അതൊന്നും എനിക്കറിയില്ല. വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. ഒന്നും ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ച അങ്ങനെ പറഞ്ഞു മറ്റേ മോളെ നിന്നെ ഇത് കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒന്നും പറയുന്ന ഒരാളല്ല. എന്തെന്നാ ചിരിച്ചേ? എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. റിലേഷൻഷിപ്പിലായ സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താണ് എന്നോട് പറ അങ്ങനെയൊക്കെ. പിന്നെ പിന്നെ നമുക്ക് ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കുമല്ലോ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതാ വിദ്വാന്റെ ലക്ഷണം. ആർക്കും ഇഷ്ടപ്പെടില്ല. അതിന്റെ പേരാ ജലസി, അസൂയ. എല്ലാ അർത്ഥത്തിലും അവൻ യോഗ്യനാ. ദീപക് ഓരോ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ദീപക്. കലാകാരന്മാരോട് എനിക്ക് പണ്ടേ വളരെ ബഹുമാനവും ഇഷ്ടവുമാണ്. എന്നെ ബഹുമാനിക്കുന്നവരെ അതിനേക്കാൾ ബഹുമാനവും ഇഷ്ടവുമാണ്. കൊള്ളാം. ഈ പറയുന്ന പോലത്തെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം ഓരോ ക്യാരക്ടറിലും വരും. വളരെ ഈസി ആയിട്ടാണ് എല്ലാ സംഭവവും ദീപക് ചെയ്യാറുള്ളത്. ഇന്നിപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നു. രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. അപ്പൊ ദീപക്കേട്ടാന്നാ വിളിക്കണേ? ദീപക്കേട്ടൻ. നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ്? നമ്പീശ എന്റെ കൈ ധരിക്കണം. അവളുടെ കരണക്കുറ്റിട്ട് ഒരു നാലെണ്ണം പൊട്ടിച്ചാലാ. വേണ്ട, പഴയ കാലമല്ല, വകുപ്പ് മാറും. തിരിച്ച് ദീപക് എങ്ങനെ വിളിക്കണേ? ഒന്നും വിളിക്കാറില്ല എന്നെ. വിളിക്കുമ്പോ എനിക്ക് മനസ്സിലാവും എന്നെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മളുടെ ക്യാരക്ടറിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. അങ്ങനെ അപർണയിൽ വന്നിരിക്കുന്ന ഈ ഒരു യാത്രയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, ചോദിച്ചാ മതി, പറഞ്ഞുതരും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.